അങ്ങനെ അതേ വേലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ സെറ്റായി. നമ്മൾ പൈങ്കണ്ണൂർ പാടത്ത് വണ്ടി വെച്ചിട്ടാണ് നമ്മൾ പാടത്ത് കൂടെ നടന്നിട്ട് അങ്ങനെ കുന്നുമ്മയ്ക്ക് പോവാറുള്ളത്. നാനാ ഭാഗത്തും ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് പോവാനും വരാനും സുഖമുള്ളൊരു വഴിയാണത്. അങ്ങനെ അതേ കുന്നുമ്മ എത്തിയപ്പോൾ അതേ അമ്മായിനെയും കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ സുബിച്ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. തേര് കയറി കഴിഞ്ഞു. പിന്നെ ഇപ്രാവശ്യത്തെ വരവോളൊക്കെ കുറച്ച് ഇരുട്ടായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ മാമനെ കണ്ടിട്ടുണ്ടായിരുന്നു. മാമൻ എന്തേ നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു. മാമനും ഏട്ടനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ ഓരോ വരവോൾ വരുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ യാശുവിനെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവന് നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏട്ടൻ ദേ അവനടുത്ത് വെല്ലം ഇവിടുന്ന് സ്കൂട്ടായിട്ടുണ്ട്. ക്യാമറ കണ്ടപ്പോൾ പേടിച്ചോടാണ്. എന്തായാലും ഇപ്രാവശ്യത്തെ പൂരം നല്ല വൈബായിരുന്നു. കാരണം അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റി, ചുറ്റും കാണാൻ പറ്റി. നമ്മുടെ കൊട്ടാര ഭാഗത്തെ വരവാണ്. ഈ ശിങ്കാരിമേളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൊട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് താളം പിടിക്കാനൊക്കെ തോന്നും. അങ്ങനെ ദേ ഓരോരോ വരവുകൾ വന്നുകൊണ്ടിരിക്കും. ഈ വലിയ വലിയ കാളകളൊക്കെ വരുമ്പോൾ അവിടുന്ന് എന്താ പറയുക, എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഓരോരോ വരവുകളൊക്കെ വന്നത് കാവടിയൊന്നും വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. കാരണം വല്ലാണ്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ എത്തിയപ്പോഴത്തേനും. പിന്നെ അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോരുന്നത് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോഴും ദേ ഏകദേശം 2-3 വരവും കൂടിയും ബാക്കി ഉണ്ടായിരുന്നു. ആശു ഉറങ്ങിയതുകൊണ്ട് കൂടുതൽ നേരം ഇനി അവനായിട്ട് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ദേ നേരെ അവിടുന്ന് എല്ലാം കണ്ടൊന്ന് പോന്നു. ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനിയൻ ചക്കനാട്ടത് പാടത്തെത്തിയപ്പോൾ ആകെ ഇരുട്ടായതുകൊണ്ട് വണ്ടി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി. അങ്ങനെ വണ്ടിയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനത്തെ നമ്മളിനി പോവുകയാണ്. അപ്പോൾ ഇക്കൊല്ലത്തെ വേല കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലത്തെ കാത്തിരിപ്പാണ്. അപ്പോൾ ലവ് യു, ബൈ.